check on YouTube. Hey yo, what's up everybody in the chat, guys. എന്തായാലും എല്ലാവർക്കും guys, you router നമ്മൾ ആദ്യത്തെ ലൈവ് ആണ്. Okay, for the first time നമ്മൾ റൂട്ടറിൽ സ്ട്രീം ചെയ്യാൻ പോയത്. ഇത് നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 വിന്നർ ജിൻഡോ, നമ്മുടെ സ്വന്തം ജിൻഡപ്പൻ സ്ട്രീമിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, നമ്മളായിട്ട് സ്ട്രീമിലൊക്കെ വർക്കിട്ട് സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്നത് റൂട്ടറാണ് നമ്മളെ ജിൻഡോനെ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇതാക്കുന്നത്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, സ്പോൺസർഷിപ്പ് കാര്യങ്ങളെല്ലാം റൂട്ടറാണ്. അതുകൊണ്ടാണ് നമ്മൾ റൂട്ടറിൽ വന്നിട്ട് ലൈവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മുതൽ നമ്മുടെ റൂട്ടറിന്റെ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ എല്ലാ ദിവസവും റൂട്ടറിലായിരിക്കും, എല്ലാ ദിവസവും അല്ലെങ്കിലും മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ റൂട്ടറിലായിരിക്കും ലൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആരാണ് റൂട്ടറിൽ ആദ്യം നമ്മളെ റൂട്ടറുടെ ഫസ്റ്റ് സ്ട്രീം ഡേ 1 സ്ട്രീം 1 ഫസ്റ്റ് മെസ്സേജ് ആരാ അയച്ചത് നോക്കട്ടെ. സയാസ് സമീർ, ബിഗ് ഷൗട്ട് ഔട്ട് ബ്രോ, ബിഗ് ഷൗട്ട് ഔട്ട്. സയാസ് സമീർ ആണ് നമ്മളെ ഫസ്റ്റ്, നമ്മളെ റൂട്ടറിലെ ഫസ്റ്റ് അവർ സ്ട്രീമിൽ മെസ്സേജ്, ഫസ്റ്റത്തെ ചാറ്റ് ഹായ് എന്ന് അയച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഓക്കെ, ആദ്യം വരുന്ന ആൾക്കാരല്ല, നിങ്ങളെ പേരുകൾ ഞാൻ വായിക്കാം. ഓക്കെ, ബേബി ഗേൾ എന്നൊട്ടൊരുത്തി, സസുക്കോ, റസീൻ, ഫാൻ 149, സെനക്സ്, കെവി, NK20, തീർത്ത് ഖാദറിനെ തീർത്തതാണ് ഉദ്ദേശിക്കുന്നത്. ഖാദറിനെ ആരാ തീർത്തത് ഒന്ന് പറഞ്ഞട്ടെ. ആഡ് ആടമുത്തേ ഏടും ഉള്ളിലെല്ലാം വരും, അങ്ങനത്തെ കുറച്ച് സീനുണ്ട്. അതെല്ലാം നോക്കിയും കണ്ടും ചെയ്യുക. എന്തോ 9 റുപ്യ 5 റുപ്യ കൊടുത്താൽ ആഡ് മാറ്റുന്ന എന്തോ പരിപാടി ഉണ്ട്. പറ്റുമെങ്കിൽ വാങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിക്സ് ഉണ്ടാവും ആഡ് മാറ്റാനുള്ള. എന്തെങ്കിലും ഞാൻ പറഞ്ഞുതരാം, നോക്കി പറഞ്ഞുതരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, പേരുകൾ വായിക്കാം. ആദ്യമായിട്ട് നമ്മളെ റൂട്ടറിൽ വന്ന് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുടെ പേരുകൾ വായിക്കാം. അനസ് ബെല്ലാരി, ആദർശ്, ദേവദർശ്, ആരവ്, നന്ദു, കോബിൾ, എന്ത് പേരാടാ അത്? ആൽവിൻ, മുത്തു, നല്ല പേരാടാ, കുണ്ടൻ. അർജുൻ ഭാസ്കർ, നിഖിൽ KST, റുക്സ, പെണ്ണ്, നൈഫ, അവിടെ പെണ്ണ്, ആഹാ, ചിന്നു, അനസ് ബെല്ലാരി വായിച്ച്, ആദർശ് ഡി, ലുഫി, ബീബൻ ഗെയിമിംഗ്, നൈഷാദ്, ആദിത്യൻ, വിഘ്നേഷ്, വിജയ്, അഹമ്മദ് നജാദ്. വന്നോ ചിന്നു? വെയിറ്റ്. അജ്മൽ ആജു ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. റൂട്ടർ ക്വാളിറ്റി കൊള്ളാം. ക്വാളിറ്റി ഉണ്ടോ? ഒന്ന് ക്വാളിറ്റി നോക്കിട്ട് പറഞ്ഞ ചാറ്റ് പറ. ക്വാളിറ്റി ഒന്ന് നോക്കിട്ട് പറ. ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് പറ. കമോൺ. Let's go. എടാ ഡബ്ല്യു ക്വാളിറ്റിയാ? അല്ല, അവിടെ നോക്കിട്ട് പറഞ്ഞ എങ്ങനെയുണ്ട് ക്വാളിറ്റി, എങ്ങനെ സ്ട്രീം ക്വാളിറ്റി, സൗണ്ട് കാര്യങ്ങൾ. സൗണ്ടിൽ മാറ്റം വരില്ല. സ്ട്രീമിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ക്വാളിറ്റി എങ്ങനെയുണ്ട് ഞാൻ തന്നെ ഒന്ന് നോക്കിയാലോ. റൂട്ടർ, ലെറ്റ്സ് സീ. ആഡ് വരുമല്ലേ? ഇല്ല, ആഡ് വരുന്നില്ലല്ലോ. ആദ്യം മുകളിൽ ആഡ് കാണിച്ചു, പിന്നെ ആഡ് വന്നില്ലല്ലോ. പക്ഷെ സൗണ്ട് ഇല്ലേ? വന്നു. ക്വാളിറ്റി നല്ലതാണ് ഡബ്ല്യൂടെ. ക്വാളിറ്റി നല്ലതാണ്. യൂട്യൂബിനെക്കാളും നല്ല ക്വാളിറ്റി ആണെങ്കിൽ ഡബ്ല്യൂഡ് യൂട്യൂബിനെക്കാളും നല്ല ക്വാളിറ്റിയിലാണ് കിട്ടുന്നതെങ്കിൽ ഡബ്ല്യൂഡ് ഉണ്ടാവാണ്. ലെറ്റ്സ് സി. WRL ക്വാളിറ്റി ഡബ്ല്യൂ ആണെന്ന് അല്ലാന്നോ? പറ. ലെറ്റ്സ് സി. ഡബ്ല്യൂ ക്വാളിറ്റി. ഓക്കെ, സെറ്റ്. ലെറ്റ്സ് ഗോ. ബിഗ് ബോസ് സീസൺ 6 വിന്നർ ജിൻഡോ ഈസ് ഹിയർ. പുറത്ത് വണ്ടീൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്കൊന്ന് ഓൾമോസ്റ്റ് നിങ്ങൾ കേൾക്കുന്നില്ല? എടാ മേക്ക വന്നാ? എന്താ ഒരു വണ്ടിന്റെ സൗണ്ട് ആട്ടെ? വിളിച്ചു പോയി 5 മിനിറ്റ് എന്നല്ല പറഞ്ഞത്. നീ ആണെന്ന് ലേറ്റ് കാണുമ്പോൾ പറയണേ, വണ്ടിന്റെ ലേറ്റ് കാണുമ്പോൾ എന്നോട് പറയണേ. ഓക്കെ.
വന്നാ നിക്ക്. ഓ എടാ ബ്രോ let me see. Oh man. Intro. അടാ ഇൻട്രോ സോങ് പറ പെട്ടെന്ന് പറ. Cal 42. അടേ അതെ പറ ഇൻട്രോ സോങ് പറ. Let's go. Cal 42 ഇട്ടാ. Hey. Let's fucking go. നീ കണ്ടിട്ടും കാണാത്തപ്പോൾ നടിക്കും എന്റെ പാട്ട് കേട്ടിട്ട് കേൾക്കാത്തപ്പോൾ ഭവിക്കും എത്ര കാലം കണ്ണും കാതും പൊക്കിയിരിക്കും അത്ര കാലം കുറും നരികളിട്ടും ഭരിക്കും ഞാൻ കണ്ടോ പടത്തിന്റെ കൂടുള്ളവനാ പക്ഷേ എല്ലാരും ഗൈസ് ജിൻഡോ വരുമ്പോ ജിൻഡോ ഇപ്പൊ വന്ന് കേറുമ്പോ എല്ലാരും ഡബ്ല്യൂ ഇട്ടോണം. ഓക്കെ ഞാൻ ഇൻട്രോ സോങ് ഇടാം. എല്ലാരും ഡബ്ല്യൂ ഇട്ടോണം. ഓക്കെ എല്ലാരും ഡബ്ല്യൂ ഇടണേ. ഓക്കെ റെഡി എല്ലാരും ഡബ്ല്യൂ ഇടണേ. KGF ഓക്കെ KGF മ്യൂസിക് ഇടാം. ഇൻട്രോ മ്യൂസിക് ഓക്കെ KGF ബീജം ഇടാം. അവിടെ സെറ്റ് ഇടാം. ഗുഡ് ഡിസിഷൻ. എടാ ഏതാ മോൺസ്റ്ററാ ഏത് സോങ്ങാ മോൺസ്റ്ററാ ഇതാണോ മറ്റേ മോൺസ്റ്ററാണോ? അത് വേണം മോൺസ്റ്റർ മറ്റേ തന്നെ ഇടാം. നിക്ക് ഓക്കെ ഇത് let's go. Okay guys, let's welcome Bigg Boss season 6 winner guys. Everybody put up the W's in the chat. Let's go. ഇതെന്താ കപ്പെടുത്ത് കളിക്കരുത്. മക്കളുടെ കപ്പ അടുത്ത കൊല്ലം ഇങ്ങനത്തെ ഒരു സാധനം എന്റെ കയ്യിലെത്തണം എത്തിച്ചിരിക്കും. ഒന്ന് ചിന്ത ശരിക്കും കാണുന്നത് കണ്ടു. എല്ലാരും ഡബ്ല്യൂസ് ഒന്ന് കട്ടിപ്പിടിക്കണം. അച്ചായൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. അല്ല നമ്മള് ജയിപ്പിച്ച അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളെ ഇത് മാത്രം കണ്ടല്ല ജയിച്ചത്. എല്ലാരും ഗൂഗിൾ പേ അച്ചായൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. എന്താ പറഞ്ഞ ജിൻഡോ പൊളിയാണ് ലവ് യു അനശ്വര അനു Let's go guys. Jindo on our stream. It's a dream come true. കുട്ടികളെ ഇതാ മാസാനം അതൊക്കെ പറയാം. എന്നെ കണ്ടെന്ന് തോന്നുന്നു. ഫസ്റ്റ് കണ്ടിട്ട് പറ വെൽക്കം ഡ്രിങ്ക് കൊടുക്കാം. വെൽക്കം ഡ്രിങ്ക് ആടാ. ഇവിടെ സ്റ്റുഡിയോ ആണ്. ഇവിടെ വെൽക്കം ഡ്രിങ്ക് ഒന്നും ഇല്ലടാ. അല്ലാ വെൽക്കം ഡ്രിങ്ക് ഒന്നും ഇല്ല.
എന്നാ വെൽക്കം സിഗരറ്റ് വെൽക്കം സിഗരറ്റ് വെൽക്കം സിഗരറ്റ് കൊടുക്കും സിഗരറ്റ് ഇല്ല ജിൻഡോനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ എന്തെങ്കിലും ചോദിക്കാനും പറഞ്ഞോ ഇനി കിട്ടൂല ഇനി ആള് പറക്കാൻ പോയത് ഇനി ആളെ കിട്ടൂല ബൈസെപ്സ് കാണിക്കാമോന്ന് ചോദിക്കുന്ന ഫാനാ ഒന്ന് കാണിച്ചു കൊടുക്ക് പറഞ്ഞില്ല ഞാൻ എങ്ങനെ നിങ്ങൾ ജിമ്മിലേക്ക് പോയിട്ട് ആയതാ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല അച്ഛനോട് രാവിലെ വന്ന് കുത്തിപ്പൊക്കി കൊണ്ടുപോകണല്ലേ അടിപൊളി ഞാൻ സ്ഥിരം വരലുണ്ട് നിനക്കൊരു മസിൽ വന്നാ വിളിച്ച് റൂട്ടർ നമ്മളെ ആദ്യമായിട്ട് റൂട്ടർ എന്ന് പറഞ്ഞൊരു പുതിയ ഒരു സംഭവം അതിലേക്ക് ആദ്യമായിട്ട് സ്ട്രീം ചെയ്യുന്നു നിങ്ങളെ ഉദ്ഘാടനം നിങ്ങളാ വർക്കത്ത് ജിൻഡോന്റെ വർക്കത്ത് ജിൻഡോ കാക്ക ഉദ്ഘാടനം ചെയ്തു എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം ഞാൻ ഇവരോടെല്ലാം പറഞ്ഞത് ജിൻഡോ വരും ഫസ്റ്റ് ചോദിക്കുന്നത് നമ്മളിപ്പോ ഒരു ഗ്യാങ്ങാണ് നമ്മളെ ഗ്യാങ്ങിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു ജിൻഡോ വരുമോ ഇല്ലയോ പിന്നെ ശരിക്കോ ഞാൻ ശരിക്കും നമ്മുടെ ഗ്യാങ്ങിലേക്ക് കേറി അപ്പൊ പിന്നെ എപ്പോ കാണും എപ്പോഴും കാണുന്നല്ലോ എപ്പോഴും കാണല്ലോ ജിൻഡോ നമ്മളെ ഗ്യാങ്ങിലേക്ക് കയറിയപ്പോ ഇത് ഇത്ര ഈസി ആവുന്ന സാധനം എടുക്കുക നമ്മളെ ഗ്യാങ്ങിന്റെ ഇതെന്താ അറിയോ ഗ്യാങ്ങിന്റെ സൈൻ എന്താ അറിയോ ഇതുണ്ടോ അച്ഛന് കരുത്തിലുണ്ടോ ഇത് ഈ സാധനം കണ്ടാ നമ്മളെ ഗ്യാങ്ങിലാന്ന് ഇതാകാം ജിൻഡോ ഗിഫ്റ്റാ പൊട്ടിക്ക് ഞാൻ പൊട്ടിക്കണം ഓക്കെ ഞാൻ പൊട്ടിക്കാം ജിൻഡോ ഒഫീഷ്യലി നമ്മളെ ഗ്യാങ്ങിലേക്ക് കയറാം നോക്കെ ജിൻഡോ ഒഫീഷ്യലി നമ്മളെ ഗ്യാങ്ങിലേക്ക് കയറാം ഗൂഗിൾ പേ ജിൻഡോക്ക് നിങ്ങളെ കണ്ടിട്ടാണ് ജിം പോകുന്നത് അങ്ങനെ തൊപ്പി നമ്മുടെ ഗ്യാങ്ങിലേക്ക് എടുത്തിരിക്കുകയാണ് എന്താ സെറ്റപ്പ് അളിയത് പിന്നെ ഇത് എന്താണ് സെറ്റപ്പ് എന്നത് കണ്ടാ മനസ്സിലാവില്ലല്ലോ ഇത് ഗെയിം കളിക്കുന്ന ഒരു സ്റ്റുഡിയോ ഗെയിം സ്റ്റുഡിയോ ആണത് എന്ത് കളി കളിക്കാല്ലേ ഏതാണ ഇതാണ് ഡോപ്പേസിന്റെ ഒറിജിനലാ ഡോപ്പേസ് കോളികൾ ഓക്കെ നമുക്ക് ആരെങ്കിലും വിളിക്കാം സീക്രട്ട് സായിനെ വിളിക്കാം സായിനെ വിളിച്ചാലോ സായിനെ വിളിക്കേ കണ്ണാപ്പിനെ വിളിക്കാം ജിൻഡോ കോൾ ജാസ്മിൻ എടാ ബായ് വിട്ടു എടാ മുണ്ടാടുന്ന അറാമ്പറപ്പ് അറിയില്ല ആരെല്ലോ വിളിക്കാൻ കോൾ ഈഗിളിനെ വിളിക്കാനോ ഇല്ല ആദ്യം നമുക്ക് സായനെ വിളിക്കാം സീക്രട്ട് ഏജന്റിനെ വിളിക്കാം ഓക്കെ സീക്രട്ട് ഏജന്റിനെ വിളിക്കാം എക്സൈറ്റ്മെന്റ് ഇല്ലാന്ന് പറഞ്ഞ ജിൻഡോ കപ്പ് എവിടെയും എക്സൈറ്റ്മെന്റ് ഇല്ലാന്ന് പറഞ്ഞ നമുക്കൊന്ന് വിളിച്ചു ചോദിക്കാം ഓക്കെ അവിടെ രാത്രി കാലങ്ങളിൽ നടത്തിയ രഹസ്യ സംഭാഷണങ്ങളൊക്കെ പുറത്ത് പാട്ടാ അയ്യോ അതെന്ത് ജിൻഡോ പഠിച്ച ആർക്കും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ ആരും പറഞ്ഞു ഞങ്ങൾ ചോദിക്കൂടാ ജിൻഡോയ്ക്ക് വേണ്ടിട്ട് ഞാൻ ചോദിക്കും ആരും ചോദിച്ചില്ലേ അടിയുണ്ടാക്കരുത് അടിയും പിടിയൊന്നുമല്ല ചോദ്യങ്ങൾ ചോദിക്കണ അടിയാ ഫോൺ എടുക്കുന്നില്ല കോള് പോകുന്നില്ല സത്യം പറഞ്ഞ പോവില്ല അവിടെ നല്ല വെയിറ്റ് ഉണ്ടോ ഈ സാധനം ഇതും കൊണ്ട് എല്ലായിടത്തും ഫഡി മുഹമ്മദ് ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ ഇക്ക ജിം പോകാൻ മോട്ടിവേഷൻ ചോദിക്കണം ജിമ്മിൽ പോകാൻ മോട്ടിവേഷൻ ചോദിക്കുന്നത് മോട്ടിവേഷൻ വേണം ഞാൻ ആരും പറയട്ടെ ഇങ്ങനെയുള്ള രാവിലെ എനിക്ക് കണ്ണാടി നോക്കാം അപ്പൊ കറക്റ്റായിട്ട് മോട്ടിവേഷൻ കിട്ടും അപ്പൊ ഒരു കണ്ണാടിയാണ് എനിക്ക് ആദ്യം മേടിക്കേണ്ടത് അല്ലേ ഞാൻ ഇല്ല കോള എടുക്കുന്നില്ല വേറെ ആളോ
റോക്കിനെ വിളിക്കണം. എന്തോന്നടേ വേണം എടാ മര്യാദ റെസ്പെക്ട് ഗൈസ് ആവശ്യമുള്ളത് മാത്രം പറയൂ, ആവശ്യമുള്ളത് മാത്രമേ ചോദിക്കൂ. ഓക്കെ, മറ്റേ അടുത്ത കൊല്ലം ഇങ്ങനെ ഒരു സാധനം എന്റെ കൈ കിട്ടിയാണല്ലോ. വിളിക്കുന്നുണ്ട് സായ വിളിക്കുന്നു സായി. ഹലോ, എന്താ പരിപാടി? എടാ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുന്നടാ, ഞാൻ പെട്ടെന്ന് നിന്റെ ഓർമ്മ വന്നിട്ട് ഞാൻ വിളിച്ചതാ. എടാ നിനക്ക് ഒരാളെ കാണിച്ചോ? നിനക്ക് ഒരാളെ കാണിച്ചേ? ആരായിരിക്കും? റോക്കിനെ വിളിക്കാതെ മുന്നോട്ട് ആരായിരിക്കും? ഗസ് ആരായിരിക്കും? ഞാൻ ലൈവില് ഹായ് പറ, ലൈവിനോട് ഹായ് പറ. ഞാൻ ഒരാളെ കാണിച്ചതാ. യോ ഓ പോളി കാണിച്ചേ. എടാ ഞാൻ കാര്യം ചോദിക്കട്ടെ സായി? നിനക്കെന്താ ഇത് ജിന്നപ്പ കപ്പടിച്ചൊരു എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോ? പോടാണ് അതെന്താ എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ പൊക്കിക്കൊണ്ടുവന്ന് എങ്ങനെ ഇരിക്കും? ഞാൻ ഏറ്റെടുക്കും. എന്താ എടാ ഇവനവിടെ കോമര. ഓക്കെ, ചാലഞ്ച് ആയിരുന്നോ? ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. ചാലഞ്ച് ആയിരുന്നോ? എന്താ ചാലഞ്ച്? എന്താ എത്ര ദിവസം നിൽക്കുന്ന പറയുന്നത്? ഇതൊന്നും ആരെയും അറിയിക്കാതെ അങ്ങോട്ട് പോകണം. വിളിക്കുമ്പോ തന്നെ ലൈവ് ഇട്. എല്ലാരും അന്ന് നോക്കുന്നത് പറയോ, ആരെങ്കിലും പറയോ? കണ്ട് ഞാൻ ഈ സീസണാണ് നീ വെറുതെ എല്ലാവരും പറഞ്ഞിട്ടല്ലേ? പോടാ, ഞാൻ ഇന്ന് വിളിക്കൂലേ? അല്ല, മൂന്നാമത്തെ ദിവസം തിരിച്ചു വരുന്ന പറയാനായിട്ട് ഇത് സീക്രട്ട് ഏജന്റ് പോയി കണ്ണാപ്പിയായിട്ട് വന്നവനല്ല, ഇത് തൊപ്പിയാണ്. നമസ്കാരം. ആരെ അവിടെയോ? എടാ അത് നിനക്ക് മാത്രം, ഞങ്ങൾക്കൊക്കെ പൊന്ന. സായി, ഒരു നാൾ I'll prove you wrong. Okay, I'll prove you wrong, man. ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ അടുത്തോലെ ഇങ്ങനത്തെ ഒരു സാധനം എടുത്തിട്ട് വന്നിട്ടില്ലേ? എന്റെ തൊലൊക്കെ അടികൊടയിലെ കൊണ്ട്. ഇവൻ അപമാനിച്ചിരുന്ന മനുഷ്യന് ഇല്ല സായി, തളരൂല. എന്ത് ക്ലാസ്? പിന്നെ ഞാൻ ഫുൾ ട്രെയിനിങ് മൊത്തം എടുത്തിട്ട് ഞാൻ പോവും. ശരിടാ, ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെടാ, ബൈ മച്ചാ, ബൈ. മുത്തേ ബൈഡാ, ലവ് യു. എന്റെ മോനെ മണ്ടൻ പറഞ്ഞ് കളിയാക്ക ആൾക്കാരാണ് അല്ലേ? ഏത് മോട്ടിവേഷൻ ഇതിലും വലിയൊരു അനിമേല് പോയി ഇത്രയും വലിയൊരു മോട്ടിവേഷൻ കിട്ടും അല്ലെ? ഇന്നത്തെ കമ്പാക്ക് വേറെ ഏടി ഞാൻ കണ്ടില്ല. സിനിമ പോയിട്ട് ജാൻമണിനെ കുറിച്ച് എന്താ ചോദിക്കുന്നത്? ജാൻമണി കമ്പനി ഉണ്ട് ഇപ്പൊ, നല്ല അടിപൊളി സുഹൃത്താണ്. അമീൻ AK donated 40 രൂപ through Google Pay. ജിൻഡോ എത്ര പുഷപ്പ് എടുക്കും? ഒന്ന് പണിയെടുപ്പിക്കലൊന്നും നടക്കൂല. പുഷപ്പല്ല പിന്നെ അങ്ങനെ വന്ന് പുഷപ്പ് എടുക്ക. നീ വന്ന് പുഷപ്പ് എടുക്കാൻ പറഞ്ഞ പുഷപ്പ് എടുക്കാതെ നീ ആരാന്ന്? ഇവൻ വന്ന് പുഷപ്പ് എടുക്കാൻ വേണ്ടി പറയുന്നതാ?
ചാലഞ്ച് കുറെ ആള് ചാലഞ്ച് എല്ലാം ചെയ്യും. അവിടെ ആളും തരം നോക്കിയിട്ട് നീ ചാലഞ്ച് ഓക്കെ. അവിടെ ഇനി എന്താ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനി എന്തായാലും ജിന്നപ്പ നമ്മളെ ഗ്യാങ്ങിൽ കേറിയല്ല, ഗ്യാങ് കേറിയോ? മാലുണ്ട് കേറി ഓക്കെ. ഇനിയിപ്പോ ജിന്നപ്പ എപ്പ വേണേ നമ്മളൊന്നിച്ചുണ്ടാവും ഓക്കെ. നമുക്ക് വഴിയ കാര്യങ്ങള് കോൾ ഈഗിൾ ഇതെന്താ എല്ലാരും ഈഗിൾ എന്ന് പറഞ്ഞിട്ട് ഈഗിൾ ലൈവാ നോക്കിയ ലൈവാ നോക്കിയ ഒന്ന് പെട്ടെന്ന് നോക്കിയ അല്ല അത് ഞാൻ ഇന്നലെ സംസാരിച്ചല്ല. അല്ല ഞാൻ പറയാ ഞാൻ ബിഗ് ബോസിൽ പോയാൽ മൊത്തം PR പരിപാടി മൊത്തം പരിപാടി ചെയ്യാന്ന് പറഞ്ഞത്. അല്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊരു PR അല്ലടാ. ഇവന് വേണ്ടി ചെയ്ത വർക്ക് PR ആണോ? PR അല്ല. എന്റെ ചിന്തയ്ക്ക് വേണ്ടിട്ട് ഞാൻ ചെയ്തു. അത് അവന് മനസ്സിലായിട്ടുണ്ട്. നമ്മളെല്ലാം പോയ എന്താ പ്രശ്നം അറിയോ, നമുക്ക് കൊറേ ഹെയ്റ്റ് ഉണ്ട്. ഇതാണ് ഇവന്റെ ഭയം. ശരിക്കും ഈ പൊട്ടന്റെ ഭയം. ഇത് ഹെയ്റ്റേഴ്സ് എന്ത് ചെയ്യുമെന്നാ ചോദിക്കുന്നത്. ഹെയ്റ്റേഴ്സ് ബിക്കം ലവേഴ്സ് ആക്കേണ്ടത് നിന്റെ കടമയാണ്. എനിക്കിവിടെ മൊത്തം ഹീറ്റേഴ്സ് ആയിരുന്നു. പിന്നെ അല്ലേ എനിക്കിവിടെ മൊത്തം ഹീറ്റേഴ്സ് അല്ലായിരുന്നു. നിനക്ക് അറിഞ്ഞുകൂടാ. അല്ല അത് കേറിയതിന് ശേഷമല്ലേ ബിഗ് ബോസ്? അതിന് മുന്നേ ഒരു 2 ആഴ്ച വരെയൊക്കെ ജിന്ദുവിനെ പൊട്ടനെന്നും മണ്ടനെന്നും കഴിഞ്ഞ ശേഷം ഹെയ്റ്റ് വന്നല്ലേ. നമ്മളിവിടെ പുറത്തുനിന്ന് ഹെയ്റ്റ് ഉള്ളിൽ കേറുന്നല്ലേ. അപ്പൊ അങ്ങനെ ഒരു പേടി. അങ്ങനെയൊന്നുമില്ല. നീ പണ്ട് എപ്പോഴും ഒരു വളി വിട്ടു പറഞ്ഞിട്ട് നീ അതിനെ പിടിച്ചിട്ട് അതിനകത്തൊരു വളി വിട്ടു. ഒരു വളിബന്ധം വിട്ടവളി തിരിച്ചെടുക്കാൻ പറ്റില്ല. അതാലോചിക്കണം. സംഭവം പൊളിച്ചെന്താ അടിയുണ്ട് ലാസ്റ്റ്. കോൾ ആര് ഈകളെ വിളിക്കും. ലൈവ് അല്ലല്ലോ അവിടെ ലൈവ് ആണെങ്കിൽ തന്നെ എന്താടാ എന്തായാലും സന്തോഷം. അവിടെ ഞാൻ എങ്ങനെയാ പറഞ്ഞ ലാസ്റ്റ് കോൾ ചെയ്തേ ഇതിലല്ലേ ഫോണിൽ കൂടി പ്രകാശമല്ല ശാന്തോട് ലൈവ് ഇല്ലെന്നല്ല പറഞ്ഞത്. ആൾക്കാരോട് ലൈവ് ഇല്ലെന്ന് പറഞ്ഞത്. എന്ത് ലൈവ് എന്നല്ല പറഞ്ഞല്ലേ? വേറൊരു യൂട്യൂബർ ഉണ്ട് ഈഗിൾ പേര്. അവന്റെ പേര് ഇതിപ്പോ കണ്ടാ, ഇതിപ്പോ ലൈവിൽ ആൾക്കാർ പറയുന്നതാ മൊത്തം. അല്ല കൊറേ ആൾ ഈഗിൾ എന്ന് പറയുന്നുണ്ടോ. ഈഗിൾ നിങ്ങളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നതാ. എടുക്കുന്നോട്ടെ. ഹലോ എന്നല്ല ഇതൊക്കെ സർപ്രൈസ്. താങ്ക് യു. അടി നോക്കണ കപ്പ് എടാ അടുത്തല്ല ഞാൻ എല്ലാരും വിളിച്ചിട്ട് ഞാൻ വിളിക്കുന്ന എല്ലാരും എന്നാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്. എടാ ഞാൻ ഒന്നുമില്ലടാ, നമ്മളിങ്ങനെ വെറുതെ ലൈവ് ചെയ്യുന്ന. ഞങ്ങളുടെ ചെറുക്കൻ എല്ലാം കൊണ്ടും യോഗ്യനാണ്, ഉത്തമനാണ്. എവിടെ എന്നെ കാണിക്കാണ്. ഞങ്ങളുടെ ചെറുക്കൻ എല്ലാം കൊണ്ടും ഉത്തമനാണ്, യോഗ്യനാണ്. അവന് ബിഗ് ബോസിലേക്ക് സെലക്ഷൻ ഓൾറെഡി കിട്ടിയവനാണ്. അവന്റെ കയ്യിലിരിപ്പിച്ച ഗുണപതകാരം കൊണ്ടാണ് അത് കിട്ടാതെ പോയത്. അടുത്ത കൊല്ലം അച്ചായൻ അവനെ ട്രെയിൻ ചെയ്ത് അങ്ങ് അയക്കുന്നതായിരിക്കും. ദുബായിലെന്തിനു പോയി? അടുത്ത ആഴ്ച കൊണ്ട് വരുന്നത് ഞാൻ അടുത്ത ആഴ്ച ദുബായിലേക്കുണ്ട്. വിളിക്കാം. എന്തിനാ ഇതിനെ കണ്ടത്? ഞാൻ അപ്പഴാ വെച്ചിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്ത്. അവിടെ ശരിയാ, വിളിക്കാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ
എന്റെ മോനെ ആ കാര്യമല്ല. എന്നാലും ജിന്റെ കൂടെ വന്ന് നമ്മളെ ലൈവിൽ ഇരുന്നിട്ട് നമ്മളെ PC-ന്റെ മുന്നിൽ നമ്മളെ ക്യാമറയുടെ മുന്നിൽ വന്നിരിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കാൻ പറ്റാത്തത്. അല്ലാണ്ട് അച്ചായൻ സന്തോഷം കൊണ്ട് എങ്ങനെയൊക്കെ സംസാരിക്കണം. അല്ലാണ്ട് അച്ചായൻ ഓവറൊന്നുമല്ല. അച്ചായൻ ജിൻഡോയും തൊപ്പിയും രണ്ട് എന്താ പറയാ രണ്ട് ഇഷ്ടപ്പെട്ട രണ്ടാൾക്കാരൊക്കെ. തൊപ്പിനോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, കമ്പയർ ചെയ്യാറുണ്ട്. തൊപ്പി എനിക്ക് നിന്നെ പോലെയാണ് അവൻ ജിൻഡോ എന്ന്. ഓരോ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ 100 ദിവസം എല്ലാ ദിവസവും ബന്ധമെന്ന് പറഞ്ഞാണ്ടല്ലോ, ബിഗ് ബോസിൽ പോയി വിജയിച്ച ജിൻഡോ എന്നല്ല, സാധാരണക്കാരനായിട്ടുണ്ടായിരുന്ന എന്റെ ജിൻഡോ. അതിന്റെ സന്തോഷത്തിലാണ് ഞാനിപ്പോ ഉള്ളത്. നമ്മളൊരു 2-3 കുപ്പി ബിയർ അടിച്ചാൽ കിട്ടുന്ന സന്തോഷം, അല്ലെ ഒരു ഫുൾ ഒറ്റയ്ക്ക് അടിച്ചാൽ കിട്ടുന്ന സന്തോഷം, അങ്ങനെയൊക്കെ ഉള്ള ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. ഒരു ആവേശത്തിലാണ്. കുറച്ച് ആൾക്കാരുടെ വോയിസ് ഇട്ടുള്ളൂ, ഞാൻ ഇങ്ങനെ പോകണം നോക്കിക്കോളാം. അതിലൊരാളാ ആ പറഞ്ഞ കാര്യം ഞാൻ പെട്ടെന്ന് തന്ന വോയിസിൽ എന്റെ പേര് കേട്ടപ്പോ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. എന്നറിയോ പെട്ടെന്ന് അങ്ങനെ ജിൻഡോ പറഞ്ഞിട്ട് പോയത് ഞാൻ ഹൃദയത്തിൽ നിന്ന് നിന്റെ കയ്യിലോട്ട് തന്നു. നീ അത് നല്ല രീതിക്ക് എല്ലാരോടും പറഞ്ഞു. നമ്മുടെ സുഹൃത്തുക്കള് നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരും കൃത്യമായിട്ട് വോട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. കാരണം നമ്മള് പറഞ്ഞ് വോട്ട് ചെയ്ത ആൾക്കാർക്ക് ഇപ്പൊ നമ്മള് മാത്രല്ല, മൈക്ക് സോറി മൈക്ക് ഇത്ര മീന്റെ മുന്നിലായിരുന്നു. സോറി മൈ മിസ്റ്റേക്ക്. ഓക്കെ, നമുക്ക് ഡിസ്കോഡിലേക്ക് പോവാം. കുറച്ച് സാധനങ്ങൾ ജിൻഡോ വരുന്നതിന് ഇതായിട്ട് കുറച്ച് ആൾക്കാർ മോഡറേറ്റേഴ്സ് കുറച്ച് ക്ലിപ്സും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്, നമുക്ക് കണ്ടോക്കാം. ഓക്കെ, ഏതാണോ മോട്ടിവേഷൻ കിട്ടണം. മോട്ടിവേഷൻ ജിൻഡോന്റെ മോട്ടിവേഷൻ ക്ലിപ്പ് ഉണ്ടെന്ന്. അടുത്തൊരു അവാർഡാണ് മണ്ടൻ എന്നൊരു വെരി സ്പെഷ്യൽ കാറ്റഗറിയാണ് മണ്ടൻ. അത് ആർക്കായിരിക്കാം സാധ്യത? ആണോ? 16 വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. മണ്ടൻ വിളിച്ചതോ എനിക്ക് കുഴപ്പമില്ല. എല്ലാം നമ്മുടെ ഒരിക്കലും ഒരിക്കലുമല്ല. വെരി ഗുഡ്. സാരങ്ങളെല്ലാം ശരിയാ. നരേഷ് റൂട്ടോന്റെ അങ്ങനത്തെ ആനിമൽ മോട്ടിവേഷൻ ആലോചിക്കത്. കാര്യം പറഞ്ഞ കൊറേ ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും ലൈഫിൽ. ഇങ്ങനെ കളിയാക്കൽ ഇതെല്ലാം നേരുന്ന കൊറേ ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആയിരിക്കും. നമ്മള് താത്തി കാണുമ്പോൾ ഗുണം അറിയോ? അവന് കഴിവുള്ളവന് കൂടുതൽ കയറി വരും. നമുക്ക് കഴിവുള്ളവനെ നമ്മൾ കളിയാക്കുക, അവന്റെ കഴിവ് പുറത്തായിരിക്കും. ആകാശ് ഡൊനേറ്റഡ് 100 രൂപ ത്രൂ ജാസ്മിന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് ജിൻപു എന്താണ് അഭിപ്രായം? ജാസ്മിൻ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച്, സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ ഈ സൈബർ ആക്രമണം, തെളിവുകൾ ഇതെല്ലാം കേൾക്കുമല്ലേ പബ്ലിക്. ജാസ്മിനെ കുറിച്ച് ജാസ്മിന് നല്ലതല്ലേ? എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് നന്മ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്മ കിട്ടും. കർമാസ് എന്ന് പറയും. അതുകൊണ്ട് എല്ലാരും നല്ലത് ചെയ്യുക, നല്ലത് തിരിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. ഞാൻ ഓപ്പൺ ഞാൻ കാര്യമുള്ള പോലെ പറയില്ല. ജാസ്മിൻ അത് ഇഷ്ടമായിരുന്നു സത്യം പറഞ്ഞു. ജാസ്മിന്റെ ക്യാരക്ടറും കാര്യങ്ങളും ഇഷ്ടമായിരുന്നു. പിന്നെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെ പുറത്ത് ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ വന്നു. പുറത്ത് വേറെ റിലേഷൻ ഉണ്ടായിട്ട് ഉള്ളത് അങ്ങനെ കുറച്ച് ന്യൂസ് വന്നു. അത് കേട്ടപ്പോഴാണ്, അത് സത്യം പറഞ്ഞപ്പോഴാണ് എന്റെ മൈൻഡ് ഇതായത്. അല്ലെങ്കിൽ നോക്കിയാൽ ജാസ്മിൻ നല്ലൊരു അല്ലേ, നല്ലൊരു ഗെയിമർ അല്ലേ അത്. സിംഗിൾ ആയിട്ട് കളിച്ചെങ്കിൽ സിംഗിളായിട്ട് കളിച്ചെങ്കിൽ നല്ല ഗെയിമർ. എന്റെ അഭിപ്രായമാണ്. അത് ഇപ്പോഴത്തെ സൈബർ അറ്റാക്ക് നോക്കണ്ട, കാരണം അതിപ്പോ എല്ലാവർക്കും പല ഇതിൽ കിട്ടും. അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറി മാറി പൊക്കോളും. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല.
ആർക്കും ബൈറ്റ് കൊടുത്തിട്ടില്ല ഇത് ആ, എക്സ്ക്ലൂസീവ് ആയിട്ട് നോക്കാം. ആ, മീഡിയാസ് എല്ലാം കണ്ട എക്സ്ക്ലൂസീവ് സാധനം നമുക്ക് അതൊക്കെ ജിൻഡപ്പന്റെ ഹോട്ടലിന്റെ മുന്നിൽ മീഡിയക്കാര് മൊത്തം ഉണ്ട്. ആ, അവിടെ ഒരാളെ പോലും അവര് എന്റർടൈൻ ചെയ്യാണ്ട് തൊപ്പിടിക്കലേക്ക് ഫസ്റ്റ് ലൈവ് വരുന്നത്, ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ലൈവ്. അതാണ് ബന്ധം. മുത്താണ് അതിനൊരു ഡമ്മിയുടെ കാര്യം പറയാം. ഞാൻ പൈസ എന്നിട്ടാ ബൈറ്റ് കൊടുക്കുന്നത്. നീ 10 ലക്ഷം ഞാൻ ബൈറ്റ് തന്നെ. അത് കാര്യം ഈ മീഡിയാസ് ഇങ്ങനെ ഇത് ബൈറ്റ് കൊടുക്കാത്തതിന് വരക്കാണ്. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ പൈസ കൊടുത്ത് ബൈറ്റ് വാങ്ങ്. നിങ്ങൾ അങ്ങനെ പൈസ കൊടുത്തിട്ട് ബൈറ്റ് വാങ്ങുക. അല്ലാണ്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് അവിടെ വന്നിട്ട് ക്യാമറയും നോക്കി മറ്റേ കഴുത്തിൽ മൈക്കും നോക്കി കുരച്ചുകൊണ്ട് പട്ടി വരക്കുന്നവരെ വരച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് ഓസിൽ ഇത് ഇങ്ങനെ ഊമ്പൽ എന്ന് പറഞ്ഞാൽ അത് നടക്കൂല അല്ല. നിങ്ങൾക്ക് ബൈറ്റ് വേണമെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് ബൈറ്റ് വാങ്ങുക. അല്ലെങ്കിൽ ബൈറ്റ് കിട്ടാത്തതിന് വന്നിട്ട് വീഡിയോ നെഗറ്റീവ് ക്യാപ്ഷനോട്ട് അതെന്ത് വൃത്തിയിട്ട പരിപാടിയാണത്. ആ മര്യാദ മതി. പൈസ ഇല്ലെങ്കിൽ മര്യാദക്ക് സംസാരിക്കും നിങ്ങൾ. അതെന്തോ ഒരുത്തൻ 100 ദിവസം ഒരു തടവറയിൽ കഴിയുന്ന പോലെ പോയി കണ്ട ആൾക്കാരുടെ ആട്ടും തുപ്പും മേടിച്ച് അവന്റെ കഴിവുകളൊക്കെ നാട്ടുകാരെ കൊണ്ട് കാണിച്ച് കൈയടിപ്പിച്ച് ജയിച്ച് വന്നപ്പോ ഇവരെല്ലാരും കൂടെ നിന്നിട്ട് കുറ്റം പറയുന്നു. ഏഷ്യനെറ്റിന്ന് കുറെ ഇതുണ്ട്, അവര് ഒരുപാട് നമുക്ക് നിർദ്ദേശം ആവശ്യമില്ല കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നത് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. എഗ്രിമെന്റുകളുണ്ട്. നമുക്ക് അങ്ങനെ ഒരുപാട് ചുമ്മാ ഇതിൽ സംസാരിക്കാൻ പല കാര്യങ്ങളൊക്കെ ഒരുപാട് എഗ്രിമെന്റ് ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. ഇല്ലല്ലോ, ഒരു കാരണവശാലും ഇല്ല. ഒരു കാരണവശാലും ഇല്ല. അതിനെ കുറിച്ച് ചിന്തിക്കലും വേണ്ട. എന്നോട് ഇവിടുന്ന് പോയപ്പോഴും അങ്ങനെ പറഞ്ഞിരുന്നു ആൾക്കാര്, നിങ്ങൾ ഡയറക്ടർ ഒന്ന് ഡേറ്റ് ഒക്കെ ചെയ്യും കാര്യങ്ങൾ ആക്ഷൻ വർക്ക് ചെയ്യുക പറയുന്നത്. ഞാൻ ചിലവരങ്ങനെ പറഞ്ഞു. ബിക്കോസ് പോയവരൊക്കെ പറഞ്ഞത് ഈ മോയ പണിയാണ്, നീ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. 100 ദിവസം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചു വരുന്നത്. പിന്നെ ജിൻഡപ്പ ഇവനൊരു സംശയമുണ്ട്. അവിടെ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ അവിടെ കക്കൂസിന് സിഗരറ്റ് വലിക്കാൻ പറ്റുമോ? സത്യമായിട്ട് അവരെന്നോട് ഇന്നലെ പറഞ്ഞു. അവിടെ സിഗരറ്റ് വലിയ നിർത്താമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ന്യൂസ് ചെയ്യാൻ പറഞ്ഞു കേട്ടിങ്ങനെ. നിങ്ങൾക്ക് സിനിമ കാണാനൊക്കെ പറ്റുമോ അവിടെ? ഇല്ല, സിനിമ ആണെങ്കിൽ ഞങ്ങളൊരു സിനിമ കാണിച്ചു തന്നു. ഒരു സിനിമ കാണിച്ചു തന്നു. നീയല്ല, ഞാനാ പറഞ്ഞത്. ജിൻഡപ്പിനോട് സംസാരിക്കുന്ന ജിൻഡപ്പിനിടയ്ക്ക് ഇങ്ങനെ മൈക്കൊക്കെ പിടിക്കുന്നുണ്ട്. കയ്യില് മൈക്കില്ല. തൊട്ടുണ്ട് കൂട്ടത്തില്. അതിൽ ഇങ്ങനത്തെ കോസ്റ്റ്യൂം ഇട്ടപ്പെട്ട ടയർഡ് അറിയില്ല. ഞാനോട് മാച്ചാണല്ലേ. എന്നോട് ചോദിച്ചാൽ സമ്മതിച്ചാണ്. ആ കാര്യം നീലക്കുയിലും മഞ്ഞത്താവളയിലൊക്കെ ഇന്ന് പ്രാകുന്നുണ്ടാവും. അങ്ങനെ അതെ ലൈവ് ഈ മഞ്ഞക്കുയിലും എന്തൊരു മാറിയാണിത്. അല്ലെ, ഇതിന് ചിലപ്പോ എന്നോടോ ഒക്കെ ചോദിക്കാനായിട്ട് ഈ മാധ്യമങ്ങൾ വരുമായിരിക്കും എന്തെങ്കിലും മുത്തിപ്പൊക്കൊണ്ട് ഉറപ്പായിട്ട്. പക്ഷെ എന്നാലും പറ, ഇതൊക്കെ ഒരുമാതിരി മറ്റേ പരിപാടിയായി പോയി. കാര്യം മറ്റടുത്ത പരിപാടിയാ. കാര്യം പറഞ്ഞ ഇവര് സായിപ്പിനെ വിളിക്കണം. ജിൻഡോക്ക് അറിയാത്ത ആൾക്കാരെ വിളിച്ചിട്ട് ജിൻഡോനെ വെറുപ്പിക്കുന്ന പോലെ അറിയുന്ന ആൾക്കാർ. റോക്കിനെ വിളിച്ചാലോ? റോക്കിനെ വിളിക്കാലോ? റോക്കിനെ വിളിക്കാം.
കരഞ്ഞാൻ കിട്ടാത്ത സാധനം എന്ന് പറയുന്നത്. അയ്യോ ഞാൻ ഇത് കുത്തിയില്ല. എന്താ നോക്കി എന്താ പറഞ്ഞ? ഹലോ ഇതാരാ? ഇതാരാ നോക്കിനെ കാണിക്കണം? ഇതല്ലേ അത് പൊട്ടൻ മാറാ. നീയാണോ റോക്കിക്ക് ഫോൺ കൊടുക്ക? റോക്കി എന്നല്ല അവിടെ ഇന്റർവ്യൂ കാര്യങ്ങള് ഫുൾ ബിസിയാലേ. നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, ഒരു സർപ്രൈസ് ഉണ്ട്, ഒരു സാധനം കാണിക്കാനാ. കാണാനില്ല. ഓണത്തിനിടയ്ക്ക് പൂട്ട് വെച്ചോ. ആ പൊട്ട മാറ്റേ നിന്നെ കാണുന്നില്ല റോക്കി. സൂം ചെയ്യുക. പോയാ നിന്നോട് ഞങ്ങൾക്ക് ഒരൊറ്റ മാസം മതി. ആരോട് പറഞ്ഞ? എല്ലാവർക്കും തരും. എല്ലാരും വീട്ടിലെത്തി 10 ലക്ഷത്തിന് കൊപ്പി വിട്ടിട്ട് അതുപോലെ തന്നെ തരും. ഞാൻ അവിടേക്ക് വരുന്നുണ്ട്, കാണാൻ നോക്ക്. ശരിയെന്നാ കാണാം. ബൈ റോക്കി വെച്ചാ ബൈ ബൈ ബൈ. ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ റോക്കി? റോക്കി ഓക്കെ ബൈ. കടയില്ലേ റോക്കി? ഒരു നല്ല ശബ്ദം വിടൂ. ചങ്ങായി ചിരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ കാര്യം ഞാൻ ഉറപ്പ് പറയാം. ഒരു കാര്യം, ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ലൊരു പ്ലെയർ ആയിരുന്നു, നല്ല വിൽ പവർ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ കോപം എല്ലാവർക്കും ഉണ്ട്. അത് കൺട്രോൾ ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില അബദ്ധങ്ങൾ ഉണ്ടാവുന്നു. നമ്പർ ലീക്ക് ഇടണോ? റോക്കിന്റെ നമ്പർ ലീക്ക് ആയോ? എന്തൊക്കെ കുഴപ്പം? എന്ത് കുഴപ്പമെന്നാ അച്ഛാ? എന്ത് അങ്ങനെ നമ്പർ ലീക്ക് ആക്കാൻ പറ്റില്ല ആൾക്കാരെ? ലീക്ക് ഒന്നും ആയിട്ടില്ലേ? ചുമ്മാ ലീക്ക് ആയില്ലല്ലോ. ചാറ്റ് ഒന്ന് നോക്കിട്ട് പറയണ. നോക്കിട്ട് പറഞ്ഞ വെറുതെ ഇല്ലാത്തതാണോ? യെസ് ഓർ നോ? ട്രൂ ഓർ ഫോൾസ്? ഒന്ന് പറഞ്ഞ. നമ്പർ ലീക്ക് ആയില്ല? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ഫുൾ സ്ക്രീൻ. സോറി സ്ട്രീം ബാക്ക്. നോ 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 ഇല്ല നമ്പർ ലീക്ക് ആയില്ല. സീനില്ല. ഇതിന്റെ കുറച്ച് അങ്ങോട്ട് ഞാൻ ഇടക്കിടക്ക് ഞാൻ അങ്ങോട്ടേക്ക് വരുമ്പോ മറിയുന്നുണ്ട്. നമ്മളൊരു ദിവസം റോക്കിനെ കൊണ്ടല്ലേ, റോക്കി ഇതുപോലെ ഞാൻ വിടാ റോക്കി വിടാ ഇങ്ങനെ ഇരുന്നത്. അപ്പൊ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ പീസിന്റെ അടുത്തേക്ക് പോകുമ്പോ റോക്കി ചെറുതാണല്ലോ, ആള് ചെറുതാണല്ലോ. അപ്പൊ ഇതിങ്ങനെ പോകുമ്പോ ഇവരെ കാണൂല. ഒരു 3-4 പ്രാവശ്യം അങ്ങനെ ഞാൻ ഇത് അറിയുന്നില്ല. ചങ്ങായി ഫുള്ള് ചൂടായി, ഫുള്ള് റേസായി, ഫുള്ള് ഔട്ടായി. എത്തല്ലോ പറഞ്ഞ അടിയാ ചോക്ക് ലൈവില് അടിയായി ഓൾമോസ്റ്റ്. ഞാൻ അങ്ങനെ അതാ പറഞ്ഞ കുറച്ച് അങ്ങോട്ടിരുന്നു ഒന്നോട്ടാ തീരും. സായിപ്പിനെ വിളിക്കാൻ പറ്റില്ല. സായിപ്പിനെ വിളിക്കാം. അവിടെ ജിന്നുവിനെ അറിയാത്ത ആൾക്കാരെ വിളിച്ച് ജിന്നുവിനെ മുഷിപ്പിക്കുന്നത് അത് ശരിയല്ല. വെറുതെ അങ്ങനെ ഒരാളെ ഇരുത്തി ബോറടിപ്പിക്കുന്നത് ശരിയല്ല. ഓക്കെ, വേറെ പറ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും പറയില്ല, നമുക്ക് ലൈവ് ചെയ്യാം. ഓക്കെ, പറഞ്ഞോ. സിയാസിനെ വിളിക്കണം. വേണ്ട, റോബിൻ. സിയാസ് ഫോൺ എടുക്കാൻ സാധ്യത നോക്കാം. മോഹൻലാൽ അടിച്ചു കയറി കാണാൻ പോലെ
വെളിച്ചോട് മുത്തേ അജിൻഡോ ഓയ് അജിൻഡോക്ക് എല്ലാം എന്റെ മക അത് ഞാൻ മറന്നുപോയി. നിങ്ങള് പഴയ ഡ്രൈവറല്ലേ? അച്ഛാ എന്താ എന്റെ മക എടാ നീ ഷിയാസ് ഖാൻ അല്ലേ? റിയാസ് ഖാൻ അല്ലല്ലോ. എടാ നിങ്ങള് പഴയ ടീമല്ലേ? നിങ്ങള് മൂന്നാളും ഞങ്ങള് എന്റെ പൊന്നെ എന്റെ ജിമ്മില് എന്റെ ചങ്കാണ് ജിൻഡോ മാസ്റ്റർ എങ്ങനെ പോണേ എങ്ങനെ പോണേ? ഞാൻ സിനിമ ഫോർമാളില് അതല്ലേ ഏതാ സിനിമ? ഏതാ? ചന്തു ചാമ്പ്യൻ ചന്തു ചാമ്പ്യൻ പടം. ഹിന്ദി മൂവിയാണ് ഹിന്ദി മൂവി ആ ഹിന്ദിയാ. ഓക്കെ ഓക്കെ നടക്കട്ടെ. എന്നിട്ട് എന്തല്ല റാത്തല്ല? ഉഷാറ് മച്ചാൻ നമ്മുടെ സ്വന്തം മച്ചാൻ. തണുക്കുണ്ട് മൊത്തം തണുപ്പിച്ചിട്ടേക്കാണ്. നിങ്ങൾ കണ്ടില്ലേ? ഇല്ല അതിവര് കണ്ടല്ല. കപ്പടിച്ച് കണ്ടില്ലേ? ഒരു ദിവസം ലൈവ് ചെന്നു. ആ കാണാൻ പറ്റുമോ? കളികൾ കാണാൻ പറ്റില്ല. എടാ നീ പോണ്ട, അവന്റെ നീ പോണ്ട. അവനെന്റെ ചങ്കടാ. അവന്റെ നീ പോണ്ട. ഞാൻ ചങ്കല്ലേ എന്ന് ചോദിക്കാം അവനോട്. ഞാൻ ചങ്കാണോ ചങ്കല്ലേ? ഇവരെന്തോ അടിയിലാന്ന് തോന്നട്ടെ. അതൊന്നുമല്ല. ഇല്ല ജാൻമണി നമ്പർ ഒന്നും ഇല്ല എന്റെ. അളിയാ മച്ചാനെ ദേ പറഞ്ഞ പോലെ കപ്പ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്താ? അടിച്ച് കേറി വാ ജിൻഡോ. ലവ് യുടാ. എന്നാ ശരിയടാ കാണാം. ബൈ. ഗുഡ് നൈറ്റ്. ബൈ. ക്യാമറ എന്തോ എടാ ക്യാമറ അടിച്ചു. അതോ ഞാൻ ആലോചിക്കുന്നത് അതെന്തായത്? ഇല്ല ശരിയായി. അതെന്താ സംഭവം? എന്താ ഡിലേന്റെ അല്ല ഇതെന്താ പെട്ടെന്ന് മുകളിലേക്ക് കാർത്തിക ക്യാമറ. എനിക്ക് ക്യാമറ ഇങ്ങോട്ടേക്ക് സ്പേസ് ചെയ്തിട്ടല്ലേ. ഇത് പ്രേതാ. രമേശ് ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. സായി പറഞ്ഞല്ലേ യൂണിവേഴ്സിറ്റി ഞാനൊന്ന് യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന ഇരുത്തിയത്. ഞാൻ കാര്യം പറയട്ടെ, ഞാൻ പോകുന്നുണ്ടെങ്കിൽ മൊത്തം ഒരു മാസം ട്രെയിനിങ് ആയിരുന്നു. എന്ത് ട്രെയിനിങ്? ഒരു കോപ്പ് ട്രെയിനിങ് ഇല്ലാണ്ട് ബ്ലൈൻഡ് ആയിട്ട് പോയാൽ മാത്രമേ നിനക്കൊന്നും ചെയ്യാൻ പറ്റുള്ളൂ. ഫുള്ളായിട്ട് സെറ്റ് ആക്കിട്ട് പോകണം. ഫുൾ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ജിൻഡോ എവിടെ പോയി ട്രെയിനിങ് എടുത്തു? ജിൻഡോ ഇപ്പം സേഫ് ആയിട്ട് ട്രെയിനിങ് ചെയ്തതാണ്. നിക്ക് നമ്മളൊരു സൈറ്റിൽ കയറാം. നമ്മുടെ സ്വന്തം സൈറ്റ്. നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങിയ ഒരു സൈറ്റ് ഉണ്ട്. ലൊട്ടാന്ന പേര്. അത് ലൊട്ടാന്ന് പറഞ്ഞാൽ അറിയാം, അത് നമ്മുടെ തൊപ്പിയുടെ മാത്രം ഒരു സ്പെഷ്യൽ വേർഡാണ് ലൊട്ട. എടുക്കണ്ട ഇല്ല. അടി ക്യാമറ എന്തോ ആടാ ഉറപ്പായി. ക്യാമറ അടിച്ചു പോയടാ മോനെ. ഇതെന്താ? ഒരു ലൊട്ടയിലേക്ക് കയറുമ്പോ ക്യാമറ സ്വിച്ച് ആവും. മറ്റേ ക്യാമറ ആവും. ഇപ്പൊ ശരിയല്ലേ? ശരി. ഓക്കെ. ഇതെന്താ സംഭവം ജിൻഡോ? ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വേൾഡില് ഏടെ ഇരുന്നിട്ട് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചാറ്റ് ചെയ്യുന്ന സംഭവം. ഈ ഒമേകളില്ലേ, ഒമേ TV, അതേപോലത്തെ മലയാളികൾക്ക് വേണ്ടിട്ട് ഒരു ഒമേകൾ ഞാൻ ഉണ്ടാക്കിയതാണ്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഭയങ്കര സക്സസ്. ഭയങ്കര 1.7 മില്യൺ 2 മില്യന്റെ അടുത്ത് യൂസേഴ്സ് ഉണ്ട്. ഭയങ്കര ഹിറ്റ്. നമ്മളിപ്പോ രണ്ടാഴ്ച അല്ലെ ഒരു മാസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. പക്ഷെ ഭയങ്കര 2 മില്യൺ യൂസേഴ്സ് ആയി. ഹായ് ഹലോ എന്തല്ല? പറഞ്ഞോ കേക്കാം. എവിടെയാ? ട്രിവാൻഡ്രത്ത് എവിടെയാ? നിനക്ക് നിന്റെ സ്ഥലം അറിയില്ലേ? അതിന് നിനക്ക് ട്രിവാൻഡ്രത്ത് നീ എവിടെയാന്ന് നിനക്ക് അറിയില്ലേ? നിങ്ങളാ വെകിളിയാ. അതുകൊണ്ട് കിളി പോയി തോന്നട്ടെ. കിളി പോയി. എടാ എന്നാ ശരി, അടുത്താളെ പിടിക്കാം. നെക്സ്റ്റ് നോക്കാം. അടുത്ത ആരാ നോക്കാം. Let's see. അച്ചായൻ ഓവറാണെന്ന് പറയുന്ന
സേവിയർ കൊറേ സമയത്ത് പറയുന്നുണ്ട് അച്ഛൻ ഓവറാ നേരത്തെ വന്ന് പറഞ്ഞല്ല. സേവിയറെ ഞാൻ നിനക്ക് വേണ്ടി മാത്രം കുറച്ച് ഓവർ ആവും, നീ പുറത്തേക്ക് വാ, നിനക്ക് കാണാം. കാര്യം അതാ അച്ഛൻ നോർമൽ. ഇവൻ എന്നോട് എപ്പോഴും ചോദിക്കും എന്താ മിണ്ടാണ്ടിരിക്കുന്നത്. ഏതാടാ മുട്ട ഇച്ചിമുള്ളി ചക്കരടാ ചെറുത്. ഹലോ എന്താ നീ കിടക്കാണോടാ? ഓ താങ്ക് യു. ഇയാളറിയോ? ഇയാളറിയില്ല? ഓ ഗെയിമേഴ്സ് ഈ ഇതില് കൂടുതൽ വരുന്നത് ഗെയിം കളിക്കുന്ന പിള്ളേരാ. പിള്ളേർക്ക് നിന്റെ അറിയാം. എന്ത് ചുണ്ണിച്ചക്ക ഇങ്ങോട്ടാണ് എന്താണ് എന്റെ പേര്? റോക്കി കപ്പടിച്ചായിരുന്നു, കൊണ്ടുപോയി നേരത്തെ വീട്ടിൽ കൊണ്ടുപോയി. ഇങ്ങനത്തെ കൊറേ തെറിച്ച പിള്ളേരുണ്ടല്ലോ. എടാ എന്താണ് ഇതിന്റെ പേര്? റോക്കി നമ്മുടെ ചങ്കടാ. എന്താ ഇടിയനോ പേരാണത്? റോക്കി റോക്കിന് ഫേസ് കണ്ടുണ്ടോ? റോക്കിയുടെ ഫേസ് കണ്ടിട്ട് അവളോട് നോക്കി സൈറ്റിൽ കാണിക്കണം. ഓ എടാ പോടാ വന്നിട്ട് റോക്കിയായിരുന്നു അപ്പോഴുള്ള എന്താ ചെറുതിന് ഏത് ധൈര്യോടെ നമ്മള് ഇത്രയും ആൾക്കാരായിട്ട് ഇരിക്കുമ്പോ അതാ അടുത്ത ആരോ ഉണ്ട് അതന്നെ ഓക്കെ. അയ്യോ രോഗിയാന്ന് തോന്നുന്നു കേട്ടോ. ഹലോ ഇതാരോടാ ഇത്? എടാ എന്താടാ രണ്ടെണ്ണം ഡ്രസ്സില്ലാണ്ട് എന്താ പരിപാടി? എവിടെയാ? മലയാളിയല്ല. അറിയോ എന്നെ അറിയോ? എവിടെയാ? ബാംഗ്ലൂരാ? ഓ I love you. എന്താ പോലെ കർണാടക ഫാൻസ് യെസ് ബ്രോ വാട്സ് അപ്പ് എന്തല്ല ജിന്നു ഓക്കെ ഗ്യാങ്ങിൽ കേറിയിട്ട് ബൈ സി യു ഓക്കെ ഞാൻ മറന്നു. ഗ്യാങ്ങിൽ കേറിയതിന്റെ ഭാഗമായിട്ട് ജിൻഡോ ഡബ്ല്യൂ ഇടണം. നമ്മളെ ഗ്യാങ് സൈൻ ആണ് ഡബ്ല്യൂ വിന്നർ വിൻ. ആ ജിൻഡോക്ക് ഡബ്ല്യൂ ഇപ്പൊ ചേരുന്ന ഒരു സാധനമല്ല. ഡബ്ല്യൂ എന്ന് പറഞ്ഞ ജിൻഡോന്റെ സാധനം ഇത്. അടുത്ത സ്ക്രീൻഷോട്ട് എടുത്താ ഡബ്ല്യൂ ഡബ്ല്യൂ ഗ്യാങ്ങിലേക്ക് പുതിയ മെമ്പറായി. കാര്യം പറയാനാ. ലെറ്റ് ജിൻഡോ സ്പീക്ക്. ജിൻഡോനെ സംസാരിക്കാൻ അനുവദിക്കുന്നത് നമ്മള് സംസാരിക്കാൻ അനുവദിക്കാനൊന്നും സംസാരിച്ചോ? രാവിലെ മുതലേ ഓടുന്നതായിരിക്കും ഓരോ സ്ഥലത്ത് ഓരോ ക്യാമറയുടെ മുന്നിലേക്ക്. മനസ്സിലായോ? ടയേർഡാണ് ആള്. ഓട്ടത്തിലാണ് ആള്. കോള അമ്പാനോ? അമ്പാൻ ഇപ്പൊ വിളിക്കണോ? എന്റെ അമ്മാവേശം കണ്ടില്ല അച്ഛനെ? നിങ്ങള് 100 മാസം പോയപ്പോ എന്തെല്ലാം നടന്നുവിടാ. ഫുള്ള് എന്തെല്ലാം മാറി കാര്യങ്ങൾ മാറി. കത്തിക്കേറി പൊട്ടിയില്ലേ? ഓ ഇത് അമ്പാൻ കണ്ടിട്ടില്ല? ഇല്ല കണ്ടില്ല. അച്ഛനോട് മിണ്ടാതിരിക്കാൻ പറ. സേവിയറല്ലേ ഇരിക്കും. ആരും വന്നിട്ടാ ഒത്തിപ്പിടിച്ച് ക്യാമറ ഒത്തിപ്പിടിച്ച്. എടാ പോടാ, നീയല്ല എന്തിനാണ് പിന്നെ കേറി വരുന്നത്? എടേ
അവിടെ എൽ ബ്രോ ഞാൻ കാര്യം പറഞ്ഞു എൽ ഫാൻസ് ബ്രോ എൽ ഫാൻസ് ഹലോ ഹലോ അടിന്താ ബാക്കിൽ ഗ്രീൻ സ്ക്രീൻ ആണോ അത്? ഹായ് ഗൈസ് എവിടെയാ നിങ്ങൾ എവിടെയാ? ലൈവ് ഓഫാക്ക് എവിടെയാ നിങ്ങള്? ബാംഗ്ലൂരാ. എന്താ പരിപാടി? എന്റെ സ്ട്രീം എന്താ പരിപാടി? എന്താ പരിപാടി? എന്തോ കുൽസിത പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണോ? ഇതിലെല്ലാ ദിവസം കേറോ ലോട്ടയില്? ഓക്കെ ബ്രോ സീ യു പീസ്. ഓക്കെ മതിയില്ല ലോട്ടയില് മതിയില്ല. അടുത്ത പറ ചാറ്റ് അടുത്ത പറ. ലൈവ് ഓഫ് ആക്കടാ ബാക്ക് ലൈവിന്റെ സൗണ്ട് ലൈവ് ഓഫ് ആക്കടാ. ലൈവ് ഓഫ് ആക്കാൻ പറയുമ്പോ അഭിഷേക് ശ്രീകുമാറിനെ പറ്റി ജിന്റെ പന്തി ആരാ വിളിച്ച്? നീ ആരേന്? നീ എവിടെ വിളിക്കണേ? നീ ആരാ വിളിച്ചത്? എന്റെ ഫോണില് നിന്നെ വിളിക്കുന്നുണ്ടോ? വിളിച്ചോ? നിനക്കെല്ലാം കണ്ടാ കോളിൽ കണക്ട് ആയി കിട്ടും, നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ. എന്താ പിടിച്ചോ? നിന്റെ വെയിറ്റ് ഉണ്ട് കേട്ടോ അതിന്. ലവ് യു ബൈ പീസ്. ഓക്കെ ലോട്ട മതി തോന്നുന്നു, ലോട്ടയിൽ കയറിയാൽ മതി. അടുത്ത ഞെട്ടി ആള് ഞെട്ടിയതാ നമ്മോ. എന്താടാ അടിച്ച ഡയലോഗ് തിരിച്ചടിച്ചു. ഇതിലാരോ മറ്റേ എന്താടാ? ഓക്കെ പാട്ട് പോലീസാ പാടിക്കോ. സൗണ്ട് കറക്റ്റാ. കമലം മൂങ്ങാട്ടിനി മുഴുവൻ കനി ഊരാതൻ ബ്രോ കിടിലൻ ടാലന്റ് ബ്രോ. ഇത് നിങ്ങളൊരു ടാലന്റ് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് ചാൻസ് ആയിട്ട് എഴുതാൽ മതി. നിങ്ങൾ കേറിക്കോളൂ. അടിപൊളിയായിട്ട് പാടുന്നുണ്ടോ? അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. അടിപൊളി പാട്ട്. See you bye. Love you bro. Love you. ഓക്കെ മതി. ലെറ്റ്സ് ഗോ. നമുക്ക് അടുത്ത പരിപാടി വെക്കാം. അവിടെ നമുക്കില്ലേ, നമുക്ക് കുറെ സമയം ജിൻഡോനെ ഇരുത്തി ബോറടിപ്പിക്കുന്നത് ശരിയല്ല. ഓക്കെ അയ്യാറിന് പോകുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഫുഡ് കഴിച്ചോ ജിൻഡോ? ഫുഡ് കഴിച്ചോ? കഴിക്കാം, കുഴപ്പമില്ല.
ജിൻഡോ ഡാൻസ് കളിക്കും. ഞാൻ കളിക്കാം. ഓക്കെ, ഡാൻസ് ഞാൻ കളിക്കാം. ഡാൻസ് ഞാൻ കളിക്കാം. ഏതാ ഇല്ലുമിനാട്ടി. ഓക്കെ ഇല്ലുമിനാട്ടി. ഓക്കെ, നമുക്ക് ഈ ഡാൻസോടുകൂടി നമുക്ക് ലൈവ് എൻഡ് ചെയ്യാം. ഓക്കെ, ഇല്ലുമിനാട്ടി. കാരണം നമ്മൾ കുറെ സമയം ഇരുത്തി ബോറടിപ്പിക്കുന്നത് ശരിയല്ല. ആ കാര്യം പറയല്ലോ, അത് വളരെ ഓക്കെ. ഇല്ലുമിനാട്ടി. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. Good night everybody. See you tomorrow. കാര്യം പറഞ്ഞില്ല, ഇനി എല്ലാ ദിവസവും റൂട്ടറിലായിരിക്കും ലൈവ്. ഓക്കെ, എല്ലാ ദിവസവും രാത്രി ഒരു 8 മണി 9 മണി ആ ടൈം ആയിരിക്കും. ഞാൻ ഇൻസ്റ്റയിൽ അറിയിക്കാം. എല്ലാ ദിവസവും റൂട്ടറിലായിരിക്കും ലൈവ്. ഓക്കെ, നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ, ബൈ. രാജാവുക്ക് എല്ലാരും ചൊല്ല്, ഇവനെ കൊടുവാനായെന്നും ജനത്തിരക്ക് കാലം എടുത്തു വെച്ച സ്വർഗ്ഗമോടും മണ്ഡലക്കൊള്ള്. എല്ലാരും